എട്ടാമത്തെ ചാപ്റ്റർ എഴുതിട്ടാന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ. എക്കോ ഫെമിനിസം ആൻഡ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്നാണ് ചാപ്റ്റർ നെയിം. എക്കോ ഫെമിനിസം എന്ന് വെച്ചാൽ എന്താണ്? പണ്ടത്തെ വൃക്ഷങ്ങളെയും മരങ്ങളെയൊക്കെ സ്നേഹിച്ചിരിക്കുക, അങ്ങനെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളെ സൊസൈറ്റി എൻവയോൺമെന്റില് റിലേഷൻഷിപ്പ് ബന്ധങ്ങളുടെ ഒരു ഇതിലാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സർവൈവൽ ഓഫ് ദി ഹ്യൂമൻ, മനുഷ്യൻ സർവൈവല് പണ്ട് കാലത്ത് ഒരുപാട് സർവൈവ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ. ഇതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി എൻവയോൺമെന്റുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ഇതിലാണ് എന്ത് ചെയ്തോളൂ ഇത്രയും ഒരു കാര്യങ്ങള് ബാലൻസ് ചെയ്ത് പോന്നിരിക്കുന്നത്. അപ്പൊ the balance is possible by consciousness about the intersection between nature and culture and understand the different ideas and systems that make this reciprocity. അപ്പൊ പ്രകൃതിയും കൾച്ചറും തമ്മിലുള്ള ഒരു ഇന്റർസെക്ഷന്റെ ഒരു ഇതില മനസ്സിലാക്കി അതിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ ഇതെല്ലാം മനസ്സിലാക്കി പലതരത്തിലുള്ള ഐഡിയാസ് സിസ്റ്റംസിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്തിനെ ഒരു ഇക്കോ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് ആക്കി എടുത്തതെന്ന് പറയുന്നത്. അർജന്റായിട്ട് നമുക്ക് ആവശ്യം വന്ന് ഇക്കോളജിക്കൽ എവല്യൂഷനിങ് ആൻഡ് വേരിയസ് സ്ട്രാറ്റജീസ് ടു വിച്ച് ആൻഡ് ഇക്കോളജിക്കൽ ബാലൻസ് ബിറ്റ്വീൻ us and our world can be achieved. പിന്നെ അർജന്റ് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ എവല്യൂഷനിങ്. ഇക്കോളജിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയാ വൃക്ഷലതാദികളെ കുറിച്ചുള്ള പഠനശാസ്ത്രത്തിനുള്ള ഇക്കോളജിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എവേക്കനിങ് അവരുടെ വേരിയസ് സ്ട്രാറ്റജീസ് ത്രൂ വിച്ച് ആൻഡ് ഒരു ഇക്കോളജിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് വെച്ചാൽ പ്രകൃതിയുമായി അല്ലെങ്കിൽ എൻവയോൺമെന്റിലുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെ ബാലൻസ് ചെയ്തിട്ടുള്ള ലോകം മുഴുവനും us and our world can be achieved, അങ്ങനെ ഒരു വേൾഡ് അച്ചീവ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ യൂണിറ്റിലെ ഫോക്കസ് ആയിട്ട് പറയുന്നത് ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദിസ് റിലേഷൻഷിപ്പ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആൻഡ് അക്കമ്പനിയിങ് സ്ട്രാറ്റജീസ്, നെയിംലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ മീൻസ് ഓരോ മെയിൽ ഫീമെയിൽ ജെൻഡർ കാറ്റഗറീസ്, ഡെവലപ്മെന്റ്, ഇതെല്ലാം ചേർന്ന് ഈ റിലേഷൻഷിപ്പിൽ ജെൻഡർ ബിറ്റ്വീൻ രണ്ടും കൂടി ചേർന്ന് എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ ആസ്പെക്ട് ചെയ്ത് റിലേഷൻഷിപ്പിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ദിസ് ഇസ് ഡൺ ബൈ എക്സാമിൻ ദ ഡിബേറ്റ്സ് ഓൺ ജെൻഡർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദിസ് സെക്ഷൻ. ഇതിൽ മെയിൻ ആയിട്ട് എക്സാമിൻ ചെയ്യുന്ന ഡിബേറ്റ്സ് ജെൻഡർ എൻവയോൺമെന്റ്, നമ്മുടെ സമൂഹത്തിലെ എൻവയോൺമെന്റിലെ ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ജെൻഡർ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ബാലൻസ് ബിറ്റ്വീൻ ദ ജെൻഡർ ഇക്വാളിറ്റി അവരെ ഒരേപോലെ എത്തിക്കാം, അതിന്റെ ഡെവലപ്മെന്റ് സെക്ഷൻ അങ്ങനെ വികസിപ്പിച്ചുകൊള്ളു. അപ്പൊ യൂണിറ്റ് വിൽ ഓൾസോ എക്സ്പ്ലെയിൻ എക്കോ ഫെമിനിസം. ഈ യൂണിറ്റിൽ ഓൾസോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്കോ ഫെമിനിസം, ലേറ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഫ്രം ആൻ എക്കോ ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വർക്ക് ഓഫ് വന്ദന ശിവ വെൽബി. നമ്മുടെ വൃക്ഷ ഇതിനെ കുറിച്ച് പറഞ്ഞു വന്ദന ശിവ എന്നുള്ളത് ആണ് എക്കോ ഫെമിനിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം എന്താണ് വൃക്ഷത്തെ സ്നേഹിച്ചു, അതിനുവേണ്ടി സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന ശിവനെയൊക്കെ ഫേമസ് ആണ്. അവരുടെ വർക്കുകൾ ഒരുപാട് വർക്കുകൾ എക്കോ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് ക്രിട്ടിക് എക്കോ ഫെമിനിസ്റ്റ് പ്രസിഡന്റ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ ബീന അഗർവാൾ. ബീന അഗർവാൾ എന്ന് പറഞ്ഞ ആളാണ് ഫെമിനിസ്റ്റ് എക്കോ എൻവയോൺമെന്റലിസവുമായി ബന്ധപ്പെട്ട ആളാണ് ബീന അഗർവാൾ. അപ്പൊ അവരൊക്കെ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫെമിനിസത്തിലെ കുട്ടിക്കാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെമിനിസം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വാട്ട് ഇസ് ദ എക്കോ ഫെമിനിസം? ടേം എക്കോ ഫെമിനിസം പാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 1974 ബൈ ദ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ആയ ഫ്രാങ്കോയിസ് യുബോർണെ എന്ന് പറയുന്ന ഫ്രാങ്കോയിസ് ഡി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുക ഈ യുബോർണെ എന്ന് പറഞ്ഞ ആളാണ് എന്തിന് ഫേമസ് എൻവയോൺമെന്റ് മൂവ്മെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും 1970, 1980s അതിനെക്കുറിച്ച് ഐഡിയാസുകളെ കൊണ്ടുവരിച്ചത്. അപ്പൊ ആദ്യമായിട്ട് നെയിം യൂസ് ചെയ്തത് 1974 കേട്ടോ. അതിന്റെ എക്സ്പെൻഡ് ഐഡിയാസ് വേണ്ടത് വുമൺ ആൻഡ് നേച്ചർ, വുമണും പ്രകൃതിയും വുമൺസും തമ്മിൽ എന്താണ് ഒരു ഡീപ്ലി കണക്റ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ പല കാര്യങ്ങളും എന്താണ് സ്ത്രീകളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നേച്ചറിന് എന്നാണ് പറയുന്നത്. വുമൺ ആർ എംപെഡഡ് ഇൻ നേച്ചർ, വുമൺ ആണ് പ്രകൃതിയെ മെച്ചപ്പെടുത്തിയെടുത്തതെന്നാണ് പറയുന്നത്. എംപെഡഡ് ഇൻ നേച്ചർ. സോ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ കുഡ് ബി സീൻ ആസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ. പ്രകൃതിയെ നശിപ്പിക്കുന്നത് എന്താണ് ഒരു സ്ത്രീയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്, ആ ഒരു രീതിയാണ്. They are treated similarly and hierarchically and patriarchal structure and institution across cultures and societies. ഇത് ട്രീറ്റ് ചെയ്യുന്നത് സിമിലർലി ഒരേപോലെയാണ്. ഹൈറാർക്കിക്കലി എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ടോപ്പ് ടു ബോട്ടം ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പോലെ
ഒരു ദേശീയ സ്നേഹത്തെ പാട്രിയാർക്കി സ്ട്രക്ചർ, ദേശീയ സ്നേഹത്തെ തുടങ്ങുന്ന സ്ട്രക്ചേഴ്സും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രക്ചേഴ്സ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു സ്ഥാപനം പോലെ ആണ് എന്ത് കൾച്ചേഴ്സ് സൊസൈറ്റി തമ്മിലുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്. അടുത്തത് പാട്രിയാർക്കൽ ഫോഴ്സസ് ഡോമിനേറ്റ്, എക്സ്പ്ലോയിറ്റ് ആൻഡ് വയലേറ്റ് വുമൺ ആൻഡ് എൻവയോൺമെന്റ് ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെന്റ്. ദേശീയ സ്നേഹം തുടങ്ങുന്ന പാട്രിയാർക്കൽ ഫോഴ്സസ് ഡോമിനേറ്റ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ്, വയലേറ്റ് വുമൺസ് നമ്മുടെ വുമൺസ് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ എക്സ്പ്ലോയിറ്റ് ഇല്ലാതാക്കുക. എൻവയോൺമെന്റ് നെയിം ഓഫ് ഡെവലപ്മെന്റ്, എൻവയോൺമെന്റിന്റെ എന്ന് വെച്ചാൽ എൻവയോൺമെന്റ് നെയിം എന്താണ് ഡെവലപ്മെന്റിലേക്ക് നെയിം ചെയ്യുക, വികസനവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് എൻവയോൺമെന്റിനെ ആ രീതിയിലേക്ക് എന്താണ് എക്സ്പ്ലോയിറ്റ് ആവശ്യമില്ലാത്ത ഫോഴ്സസ് ഒന്നും കൊടുക്കാത്ത നല്ല രീതിയിൽ വയലേറ്റ് ചെയ്തെടുക്കുക, അത് ഉദ്ദേശിക്കുന്നത്. ഈ ജെൻഡർ അതാണ് എക്കോ ഫെമിനിസം. എക്കോ ഫെമിനിസം പാട്രിയാർക്കൽ ഫോഴ്സസ് ആണ് ദേശീയ സ്നേഹം തുടങ്ങുന്നു, അതിൽ എന്താണ് ഡോമിനേറ്റ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് വയലേറ്റ് വുമൺ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ജെൻഡർ എൻവയോൺമെന്റ് ആൻഡ് പാട്രിയാർക്കി. ജെൻഡർ എൻവയോൺമെന്റ് എന്താണ് പാട്രിയാർക്കി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഓഫ് വുമൺ ആൻഡ് എൻവയോൺമെന്റ് ഇൻ almost all cultures are recognized as having intrinsic bond. വുമൺ ആൻഡ് എൻവയോൺമെന്റ്, പ്രകൃതിയും വുമണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ കൾച്ചേഴ്സ്, എല്ലാ കൾച്ചേഴ്സും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഇൻട്രിൻസിക് ബോണ്ട് ആയിട്ടാണ്. ദ ബോണ്ട് ഈസ് റെപ്രസെന്റഡ് ഹിസ്റ്റോറിക്കലി, ഈ ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ചരിത്രപരമായിട്ട്, കൾച്ചറലിയാണ്, മിത്തോളജിക്കൽ മീൻസ് എന്താണ് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യൻ വുമൺ ആർ റെപ്രസെന്റ് നേച്ചർ ഓഫ് പ്രകൃതി പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിക്കുക. അപ്പൊ ആ നേച്ചറിനെ പ്രകൃതി എന്നുള്ള പേരിൽ എന്താണ് ഇന്ത്യൻ വുമൺ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ് എൻവയോൺമെന്റ്, പാട്രിയാർക്കി, ജെൻഡർ എന്നൊക്കെ പറയുന്നത്. അനദർ ഡയമെൻഷൻസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വുമൺ ആൻഡ് നേച്ചർ ഇസ് ഹൈറാർക്കി ആൻഡ് ഡോമിനേഷൻ. അതായത് പ്രകൃതിയും സ്ത്രീയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഡോമിനേഷൻ ആണ് ഇനിയുള്ളതിൽ പറയുന്നത്. മെനി വേസ് ഇൻ വിച്ച് ബോത്ത് നേച്ചർ ആൻഡ് വുമൺ ആർ ട്രീറ്റഡ് പാട്രിയാർക്കൽ സൊസൈറ്റി. ധാരാളം പാതകളുണ്ട് ഇൻ വിച്ച്, ഏത് രീതിയിലാണ് നേച്ചറും വുമണും തമ്മിൽ രണ്ടും ചേർന്ന് ട്രീറ്റ് ചെയ്യുന്നത് പാട്രിയാർക്കൽ ദേശസ്നേഹം തുടങ്ങുന്ന സൊസൈറ്റി. അതല്ല ഹൗ സോഷ്യൽ നോംസ്, ദേശസ്നേഹികളെല്ലാം എന്താണ് വൃക്ഷജാതികളെ സ്നേഹിക്കുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ഹൗ സോഷ്യൽ നോംസ് എക്സേർട്ട് അൺജസ്റ്റ് ഡോമിനൻസ് ഓവർ വുമൺ ആൻഡ് നേച്ചർ. എങ്ങനെയാണ് ഒരു സോഷ്യൽ നോംസ്, സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ എക്സേർട്ട് ചെയ്യുക, അൺജസ്റ്റ് ഡോമിനൻസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വുമൺ ആൻഡ് നേച്ചർ, പ്രകൃതിയും സ്ത്രീയും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, സോഷ്യൽ നോംസ് ഉണ്ടാക്കിയെടുക്കുക, സാമൂഹ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കാം. അടുത്തോലെ എക്സ്പ്ലെയിൻ ചെയ്തിപ്പോ റോൾ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസ്ട്രക്ഷൻസ് ഓഫ് നേച്ചർ ആൻഡ് ദ പാട്രിയാർക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ആസ് പാരലൽ പ്രോസസ്. ഡെവലപ്മെന്റ്, വികസനത്തിന്റെ ബന്ധം, റോൾ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ നേച്ചറിന്റെ പ്രകൃതിയുടെ ഡിസ്ട്രക്ഷൻ ആണ്. പാട്രിയാർക്കൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ, ദേശീയ സ്നേഹത്തുമായി ബന്ധപ്പെട്ടുള്ള പാട്രിയാർക്കൽ ദേശീയ സ്നേഹം തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്നും അത്യാവശ്യം ഉള്ള എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് വുമൺ ഈസ് ഒരു പാരലൽ പ്രോസസ് ആണ്, പാരലൽ ആയിട്ടുള്ള പ്രവർത്തനം. ഒറിജിൻസ് ഓഫ് എക്കോഫെമിനിസം, എങ്ങനെയാണ് എക്കോഫെമിനിസം ഇയർലി വർക്ക് ഓൺ എക്കോഫെമിനിസം വാസ് focused to devote to documenting the relationship between women and the environment. പണ്ടുള്ള ഇയർലി വർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എക്കോഫെമിനിസം ഫോക്കസ് ചെയ്ത് ഡിവോട്ട് ഡോക്യുമെന്റിംഗ് ദ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റിംഗ് റിലേഷൻഷിപ്പ് പോലെയായിരുന്നു ബിറ്റ്വീൻ വുമൺ ആൻഡ് എൻവയോൺമെന്റ്. റോസ്മെറി റൂദർ പറയുന്നത് എക്കോഫെമിനിസ്റ്റ് സ്ട്രെസ്ഡ് ദാറ്റ് വുമൺ വാണ്ടഡ് ടു ഡെലിബറേറ്റഡ് ആൻഡ് ഫ്രീ ദേ വുഡ് ഹാവ് ടു തിങ്ക് ദ നീഡ് ടു എൻഡ് ഡോമിനേഷൻ ഓഫ് നേച്ചർ. അപ്പൊ പ്രകൃതിയെ അതല്ലെങ്കിൽ അവര് ഡെലിബറേറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ചിന്തിച്ചു എന്താണ് നമ്മളൊരു നേച്ചറിനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നേച്ചർ ആവശ്യമാണ് അല്ലെ. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് എന്താണ് നമ്മളെല്ലാം ഡിപ്പെൻഡബിൾ ആണ്, ഫുഡിന് പല കാര്യങ്ങൾക്കും എന്താണ് ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാ കൾട്ടിവേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ പ്രകൃതിയെ എന്താണ് ഉപയോഗപ്പെടുത്തി പല സാധനങ്ങൾ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി കൃഷി ചെയ്തൊക്കെയാണ് നമ്മൾ എന്താണ് ഫുഡിനായിട്ട് ആസ്പെക്ട്. അപ്പൊ ഭക്ഷണത്തിന്റെ ഒരു ഫുഡിങ് ഏരിയാസ് പണ്ട് മുതൽ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളാണ് അല്ലെ. അപ്പൊ ആ വുമൻസ് എന്താണ്, വുമൻസിന് എക്കോഫെമിനിസം ഉദ്ദേശിക്കുന്നത് അവര് അങ്ങനെ പ്രകൃതിയുമായിട്ട് ടച്ചബിൾ ആണ് വുമൻസ്. Stressed that women wanted deliberated free, they would have to think they need to end the domination of nature. അപ്പൊ സ്ട്രെസ് ആയിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് ഒരുപാട് പ്രകൃതിയുമായുള്ള ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോൾ എന്താണ്
സ്ത്രീകൾക്ക് അതിനനുസരിച്ചുള്ള സ്ട്രെസ്സസ് കുറയുന്നതാണ്. ദിസ് ഈസ് പോസിബിൾ വെൻ വുമൺ ആൻഡ് എൻവയോൺമെന്റ് വർക്ക് ടുഗദർ ക്വസ്റ്റ്യൻ പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഐഡിയാസ്. എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നത്? അപ്പൊ ഒരു ദേശസ്നേഹം തുടങ്ങുന്ന ഒരു സ്നേഹം പോസിബിൾ എങ്ങനെ വുമൺസിന് അത് എങ്ങനെ ഉണ്ടാവും? എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദേശസ്നേഹം കൂടി ഒരു പല കാര്യങ്ങളെ കുറിച്ച് ഐഡിയാസ് ഒക്കെ വരും. By the late 1980s, feminist theorist Ionestra King wrote an article, What is Ecofeminism? 1980 ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് എഴുതിയ ഒരു ബുക്കാണ്. ഇനസ്ട്രാ കിങ് ആണ് wrote ചെയ്തൊരു ആർട്ടിക്കിൾ ആണ്. വാട്ട് ഈസ് ഇക്കോഫെമിനിസം? എന്താണ് ഇക്കോഫെമിനിസം? ആൻഡ് റൈസ്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹൗ ബിലീഫ് സിസ്റ്റം അലോസ് ആൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഡെത്ത് ആൻഡ് ലിങ്ക്ഡ് ഓപ്പറേഷൻ ഓഫ് വുമൺ. എങ്ങനെയാണ് പുതിയ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുക? ഹൗ ബിലീഫ് സിസ്റ്റം, എങ്ങനെയെല്ലാം ബിലീഫ് സിസ്റ്റംസ് കൊണ്ടുവരാം, എങ്ങനെയെല്ലാം എർത്തിന്റെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അലോ ചെയ്യുക, ആവശ്യമുള്ളത് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ഓഫ് വുമൺ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഒറിജിനൽ. അപ്പൊ എക്കോഫെമിനിസം ഒറിജിൻ ചെയ്തത് പല ആളുകളുടെ നേച്ചറിന്റെ ഒരു രീതികൾ കൊണ്ടും വുമൻസിനുള്ള അറ്റാച്ച്മെന്റ് അത്രയും കൂടി കൊണ്ടാണ് എക്കോഫെമിനിസം അങ്ങനെയൊക്കെ ഒറിജിൻ ചെയ്തത്. ദെൻ മൂന്നാമത്തെ റോൾ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ ആൻഡ് പാട്രിയാർക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ആസ് പാരലൽ പ്രോസസ്. അടുത്ത ഫോർത്ത് പോയിന്റ് പറയുന്നത് അത്രയും. അത് കഴിഞ്ഞിട്ട് റാഡിക്കൽ എക്കോഫെമിനിസം ആൻഡ് കൾച്ചറൽ എക്കോഫെമിനിസം. എന്താണ് റാഡിക്കൽ എക്കോഫെമിനിസം ആൻഡ് കൾച്ചറൽ എക്കോഫെമിനിസം? റാഡിക്കൽ വിത്ത് ഡെവലപ്മെന്റ് ഓഫ് എക്കോഫെമിനിസം ടു സ്കൂൾസ് തോട്ട് എമർജ്. രണ്ട് സ്കൂൾസ് തോട്ട് എമർജ് ചെയ്യുന്നുണ്ട്. റാഡിക്കൽ എക്കോഫെമിനിസം, കൾച്ചറൽ എക്കോഫെമിനിസം. റാഡിക്കൽ മീൻസ് എന്താണ്? പാട്രിയാർക്കൽ സൊസൈറ്റി, പാട്രിയാർക്കൽ ദേശീയ സ്നേഹം തുടങ്ങുന്ന ഒരു സമൂഹം. ആൻഡ് ഐഡിയോളജിസ്റ്റ് ഓഫ് ഡൊമിനേഷൻ, ഇക്വേറ്റ് നേച്ചർ ആൻഡ് വുമൺ ഓർ ഒപ്രസ് എക്സ്പ്ലോയിറ്റ്. അത് അങ്ങനെ ഒരു ഫെമിനിസമാണ് ഉദ്ദേശിക്കുന്നത്. ഫെമിനിസ്റ്റ് ആർഗ്യൂ ഇല്ലാത്ത അർത്ഥങ്ങളില്ലാതെ പാട്രിയാർക്കൽ സൊസൈറ്റി ആൻഡ് ഐഡിയോളജിസ്റ്റ് ഓഫ് ഡൊമിനേഷൻ. ഒരു ഐഡിയോളജിക്കൽ മീൻസ് ഒരു പാതയെ പിന്തുടരുന്ന ഒരു ഡൊമിനേഷൻ, റാഡിക്കൽ. അപ്പൊ ഇക്വേറ്റ് നേച്ചർ ആണ് വുമൺ ഒപ്രസ് എക്സ്പ്ലോയിറ്റ്. ഇസ് ഡൺ ബൈ ഡിസ്ക്രൈബിംഗ് കമ്മോഡിറ്റീസ് എന്നൊക്കെ പറയുന്നത്. ഈ കൾച്ചറൽ എക്കോഫെമിനിസം എന്താണ്? കൾച്ചറൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ കൾച്ചറിൽ പഠിച്ചിരിക്കുന്നത്, അസോസിയേഷൻ, ഒരു ഗ്രൂപ്പ് സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു കൾച്ചറൽ എക്കോഫെമിനിസം ബിറ്റ്വീൻ വുമൺ ആൻഡ് എൻവയോൺമെന്റ്. വുമണും പ്രകൃതിയും ചേർന്ന് നിന്നിട്ടുള്ള ഒരു ബീങ് ബേസ് ചെയ്ത് ഇൻഹെറന്റ് ബോണ്ടാണ്, ഒരു ഇൻഹെറന്റ് ബോണ്ടാണ് എന്ത്? കൾച്ചറൽ എക്കോഫെമിനിസം ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് വന്ദന ശിവ. എക്കോഫെമിനിസത്തില് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് വന്ദന ശിവയ്ക്ക് നിന്ന് കിട്ടിയത്? വന്ദന ശിവ അഡ്രസ്സസ് നീഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിങ്ക് ബിറ്റ്വീൻ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ പ്രകൃതിയെ ഉന്മൂലനം ചെയ്യുന്നതിനെതിരെ ഓപ്പറേഷൻ ചെയ്തു. അതിനെതിരെ ഒരു പ്രകൃതിയെ കൾച്ചറൽ പെർസ്പെക്റ്റീവിന് വേണ്ടി ആക്ഷൻ ചെയ്യുകയും അതിനു വേണ്ടി എന്ത് ചെയ്യുക, ആവശ്യങ്ങൾക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്ത ആളാണ് ആര്? വന്ദന ശിവ. ഷി ആർഗ്യൂ ദ നീഡ് ടു ഹാവ് awareness of closely linked between gender and the environment to adopt integrated human centered. നമ്മള് ഒരു ബന്ധം, സാമൂഹിക ബന്ധങ്ങൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്തു, ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അവയർനെസ് ക്ലോസ്ലി ജെൻഡർ പുരുഷന്മാർക്കാണ് അതിന്റെ എൻവയോൺമെന്റിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിൽ നിന്നറിയാം. അതിനുവേണ്ടി വളരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഹോളിസ്റ്റിക് വ്യൂ, അതായത് ഹോളിസ്റ്റിക് വ്യൂ കാഴ്ചപ്പാടുള്ള ഹ്യൂമൻസ് ആണല്ലോ. അപ്പൊ അതിനെതിരെ എന്താണ് പുള്ളിക്കാരത്തി എന്ത് ചെയ്യും? സൗണ്ട് ഒച്ചയെടുത്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി പോസ് ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്. Still discuss relationship by her seminal work Staying Alive with the Other Writing Women in Nature. പിന്നെ അവർക്ക് വേണ്ടി അദ്ദേഹം ഡിസ്കസ് ചെയ്തു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെമിനൽ വർക്ക്, ഓരോ വർക്കുകൾ അതിന് വേണ്ടി ആ ബന്ധത്തിനെ കുറിച്ച് റിലേഷൻഷിപ്പ് ബന്ധത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് ജോലികൾ ചെയ്യുകയും സ്റ്റേയിങ് ലീവ് വിത്ത് അതർ റൈറ്റിംഗ് വുമൺ നേച്ചർ എന്ന് പറഞ്ഞ ഇത് എന്ത് ചെയ്യാം സെമിനൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഇനി ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ പ്രിൻസിപ്പിൾ. ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ പ്രിൻസിപ്പിൾ ശിവ എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേൾഡ് ഓഫ് വുമൺ. വന്ദന ശിവ എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്തു, അന്വേഷിച്ചെന്താണ് റിലേഷൻഷിപ്പ് വേൾഡ് ഓഫ് വുമൺ, ലോകം മുഴുവനുള്ള വുമൻസ് തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്. എൻവിയോൺമെന്റ് ആൻഡ് കോസ്മോളജിക്കൽ വേൾഡ്, കോസ്മോളജിക്കലും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വേൾഡില്. ഷീ ഡിസ്ക്രൈബ് ദ കണക്ഷൻ ബിറ്റ്വീൻ വുമൺ ആൻഡ് നേച്ചർ. അവരെന്ത് ചെയ്തു? കണക്ഷൻ, ഈ വുമണും പ്രകൃതിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഐഡിയോളജിക്കൽ വൺ ആൻഡ് ഡീപ്ലി റൂട്ടഡ് ദ ബിലീഫ് സിസ്റ്റം, ഐഡിയാസ്, വാല്യൂസ് ആൻഡ് കൾച്ചറൽ റെപ്രസെന്റ്. ഐഡിയോളജിക്കൽ വൺ ഡീപ്ലി റൂട്ടുള്ള ബിലീഫ് സിസ്റ്റം കൊണ്ടുവരും. പല ഐഡിയാസ്, മൂല്യങ്ങള്, കൾച്ചറൽ പ്രസന്റേഷൻ, ഇതെല്ലാം ഉൾപ്പെടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി
scriptures and other cultural technique of interplay between ideas and creation of destruction and dynamic energy, Shakti and manifestation of this energy called Prakriti and feminine and creative, both animate, inanimate, conjunction of masculine principles, Purusha together create the word Shiva. അപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ഡൈനാമിക് എനർജി ഡിസ്ട്രക്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് അതിനു വേണ്ടി ഓർ ശക്തി മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് എനർജീസ് പോലെ പ്രകൃതി എന്ന പേരിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു എനർജിയുടെ രൂപം കൊടുക്കുകയും ഫെമിനിൻ ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ അവർക്ക് ഫെമിനിസ്റ്റ് അതിനു വേണ്ടിയുള്ള തത്വങ്ങൾ കൊണ്ടുവരികയും ബോത്ത് ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് ആനിമേറ്റ് ചെയ്യാവുന്ന ഇൻആനിമേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിന് എക്സിസ്റ്റ് ഇൻ കൺജങ്ഷൻ വിത്ത് ദ മാസ്കുലിൻ പ്രിൻസിപ്പിൾ, അതിനൊരു മാസ്കുലിൻ തത്വങ്ങൾ കൊണ്ടുവരികയും ഒരു പുരുഷ ടുഗദർ ക്രിയേറ്റഡ് വേൾഡ്, അങ്ങനെ വേൾഡ് മുഴുവനും ഒരു പുരുഷ എന്നൊരു പ്രിൻസിപ്പിൾ തത്വം മാസ്കുലിൻ പ്രിൻസിപ്പിൾസ് തത്വം കൊണ്ടുവരികയും ലോകം മുഴുവനും ടുഗദർ ചെയ്യുകയും ചെയ്തു. യൂണിറ്റി ആൻഡ് ഹാർമോണി ബിറ്റ്വീൻ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ പ്രിൻസിപ്പിൾസ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാളിറ്റി തോട്ട് ആൻഡ് ആക്ഷൻ ഇൻ ഇന്ത്യ. യൂണിറ്റി ആൻഡ് ഹാർമോണി, യൂണിറ്റി സ്ട്രെങ്ത് ഒന്നായിരുന്നു. ഹാർമോണി ബിറ്റ്വീൻ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ, മാസ്കുലിൻ ആൻഡ് feminine principles കൊണ്ടുവരികയും at the base of ecological thought, ecologically thought and action ഇന്ത്യയിൽ കൊണ്ടുവരികയും ചെയ്തു. ശിവ explains nature as the creative expression of the feminine principle. ശിവ എക്സ്പ്ലെയിൻ ചെയ്തു പ്രകൃതിയെ നേച്ചറിനെ ക്രിയേറ്റീവ് എക്സ്പ്ലെയിൻ ഫെമിനിൻ പ്രിൻസിപ്പിളിലേക്ക് എങ്ങനെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ചെയ്യാം എന്ന് കൊണ്ടുവരികയും ചെയ്തു. The manifestation of the feminine principle is characterized creativity, productivity, diversity in form of aspect. ഫെമിനിൻ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, ഒരു കാര്യത്തിൽ ക്രിയേറ്റീവ് ആയിട്ട് എടുക്കുക, പ്രൊഡക്ഷൻ കൊടുക്കുക, ഡൈവേഴ്സിറ്റി ഫോം ഓഫ് ആസ്പെക്ട്, പിന്നെ കണക്റ്റഡ്നെസ് ആൻഡ് ഇന്റർ റിലേഷൻഷിപ്പ് ഓൾ ബീയിങ്സ് ഇൻക്ലൂഡ് മാൻ, എല്ലാവരും തമ്മിലുള്ള ഒരു കണക്റ്റഡ്നെസ് എന്ന് വെച്ചാൽ ഒരു അതിനുള്ളിലുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ഹ്യൂമൻ നാച്ചുറൽ, അതുപോലെ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒരു കണ്ടിന്യൂറ്റി, സാങ്ക്ടിറ്റി ഓഫ് ലൈഫ് നേച്ചർ, ഇതെല്ലാം ഈ ഭാഗത്ത് നിന്ന് എക്കോഫെമിനിസമായിട്ട് കോൺട്രിബ്യൂഷൻ ഓഫ് വന്ദന ശിവയുടെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ജെൻഡർ ആൻഡ് എൻവയോൺമെന്റ്. ജെൻഡർ ആൻഡ് എൻവയോൺമെന്റ്, പ്രകൃതിയും എൻവയോൺമെന്റും. അക്കോർഡിംഗ് ടു ശിവ, cultures recognize that women are nature and powerful and they need to be controlled and oppressed. ശിവയുടെ കൾച്ചേഴ്സ്, അക്കോർഡിംഗ് ടു ശിവ കൾച്ചേഴ്സ് പറയുന്നത് വുമണും പ്രകൃതിയും തമ്മിലുള്ള ഒരു പവർഫുൾ റിലേഷൻഷിപ്പ് ആണ്. അതൊരു കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താ നമ്മള് വുമൻസിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ വുമൻസ് എങ്ങനെയായിരിക്കും പ്രകൃതിയെ അറ്റാച്ച് ചെയ്യുന്നത്? പല കാര്യങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ആണ് അല്ലെ. പ്രകൃതി എന്ന് പറയുന്നത് സ്ത്രീയാണെന്നാണ്, അമ്മയാണെന്നൊക്കെ നമ്മൾ പറയൂല. പ്രകൃതി ഒരു അമ്മയാണ്, അമ്മ എന്നുള്ള മനസ്സിൽ എന്ത് ചെയ്യുക, സ്ത്രീ എന്ന കോൺസെപ്റ്റ് ഉണ്ടെന്നാണ് ഒക്കെ പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ആ ബന്ധത്തിനെ കുറിച്ച് അറിയാം, റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം. അപ്പൊ വുമൺ ഒരു അഫക്റ്റഡ് ആയത് എക്കോളജിക്കൽ ഡിസാസ്റ്റർ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അതിനെന്താണ് കൊണ്ടുവരാൻ എന്താണ് സ്ത്രീകൾക്ക് സാധിക്കും. അങ്ങനെ അക്കോർഡിംഗ് ടു ശിവ, ദ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വുമൺ ആൻഡ് എൻവയോൺമെന്റ്. ശിവ എന്താണ് അക്കോർഡിംഗ് ടു ശിവ പറയുന്നത് എന്താണ് വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചാൽ വെസ്റ്റേൺ രീതിയിലുള്ള റിലേഷൻഷിപ്പ് വുമണും എൻവയോൺമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വ്യൂ ചെയ്യുകയും പ്രൈമറിലി മെറ്റീരിയൽ ആൻഡ് നോൺ വെസ്റ്റേൺ കൺട്രീസ് റിലേഷൻഷിപ്പ് കൺസിഡർ ഐഡിയോളജിക്കൽ ആൻഡ് റിയൽ. അങ്ങനെ പ്രകൃതിയുമായുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഐഡിയോളജിക്കൽ മീൻസ് ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ഒരു ഇതുള്ള റിയൽ ആയിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവരാനൊക്കെ കൺസിഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. വുമൺ ആൻഡ് നേച്ചർ എന്താണ് പ്രകൃതി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡൈവേഴ്സിറ്റി ആണ്. വിത്ത് വേരിയസ് ഫോംസ് ഓഫ് ലൈഫ് എവ്രി വൺ ടു ട്രീ, പൂൾ, ഫ്രൂട്ട് ഓർ സച്ച് ആനിമൽസ് ആർ ഐഡന്റിഫൈഡ് വിത്ത് ദം ബൈ നെയിംസ് സച്ച് ആസ് അതിഥി ആൻഡ് ആദിശക്തി. പ്രകൃതിയെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡൈവേഴ്സിറ്റി പല രീതിയിലാണ് ഡൈവേഴ്സിറ്റി പറയുന്നത്. വേരിയസ് ഫോംസ് ഓഫ് ലൈഫ്, നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈഫിലും എവരി വണ്ണിനും ആവശ്യമായിട്ടുള്ള മരങ്ങള്, വെള്ളം, കുളങ്ങള്, ഭക്ഷണം, ഫ്രൂട്ട്, പല വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ പല വൃക്ഷലതാദികള്, അനിമൽസ്, ഇതെല്ലാം ചേർന്ന് അതിന് എല്ലാത്തിനും കൂടി അതിഥി അല്ലെങ്കിൽ ആദിശക്തി എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. വുമൺ റിന്യൂ ദ റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ വിത്ത് ഡെയിലി വാട്ടറിംഗ് ദ വർഷിപ്പ്. അപ്പൊ വുമൻസ് എന്താണ് വെള്ളത്തിനെ ആരാധിക്കുന്ന ദൈവം, വെള്ളം ദൈവം, വർഷിപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വെള്ളം അല്ലെ, പല ഇതുണ്ടല്ലോ, സൂര്യ പ്രാർത്ഥിക്കുന്ന. അപ്പൊ വുമൺ റിന്യൂ ദ റിലേഷൻഷിപ്പ് വിത്ത് നേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഡെയിലി വാട്ടറിംഗ് ആൻഡ് വർഷിപ്പ്, വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള വർഷിപ്പ് ആരാധനകള്. ഹിന്ദു വുമൺ cover that തുളസി or holy തുളസി.
അല്ലെ? അവര് തുളസിക്ക് വെള്ളം ഒഴിക്കൂലേ, എന്നും വെള്ളം ഒഴിക്കും. അപ്പൊ എന്താണ് ഹോളി ബേസിൽ വിത്ത് റെഡ് ക്ലോത്ത് ആൻഡ് വർഷിപ്പ് ഇറ്റ്. അവിടെ എന്താണ് ഹോളി ബേസിൽ എന്താണ് റെഡ് ക്ലോത്ത് വർഷിപ്പ് ചെയ്ത് റെഡ് ക്ലോത്ത് ക്ലെത്തിയിട്ട് വർഷിപ്പ് ചെയ്യുന്ന രീതിയൊക്കെയാണ് തുളസി തീമൊക്കെ പറയുന്നത്. By doing this, they express feminization of the plant and the closeness of human nature. അങ്ങനെ അതെന്താണ് ഒരു എക്സ്പ്രസ്, ഒരു ഫെമിനൈസേഷൻ ഒരു എക്സ്പ്രസ് ചെയ്യും. അതുപോലെ പ്ലാന്റും വുമണും നേച്ചറൊക്കെ ക്ലോസ്നെസ് ആണ്. ബനിയൻ ട്രീ ഇസ് ഓൾസോ വർഷിപ്പ്. അതുപോലെ മരങ്ങള് വർഷിപ്പ് ചെയ്യുന്നു. ബനിയൻ ട്രീ ഓൾസോ വർഷിപ്പ് ബൈ വുമൺ അക്രോസ് ഇന്ത്യ. ബനിയൻ ട്രീ ലോകം മുഴുവനും വർഷിപ്പ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എക്സാമ്പിൾ വർഷിപ്പിംഗ് നേച്ചർ ബൈ വുമൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ വേരിയസ് കൾച്ചർ. പലതരത്തിലുള്ള കൾച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ ചെയ്യാ ഒരു എൻവയോൺമെന്റൽ സ്ട്രക്ചർ ആണ് അത്. അങ്ങനെ ദൈവത്തിനെ പോലെ പ്രകൃതിയെ കൊണ്ടുവരുന്നത്. പ്രകൃതി നമ്മുടെ ദൈവമാണ്, അമ്മയാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നത് വുമൺ ആൻഡ് നേച്ചർ. ഓക്കെ, ഇനി മാൾ ഡെവലപ്മെന്റ് എന്താണ്? The view of Shiva problem arises from the modern consumerist West, illustrated by the patriarchal capitalist power structure that is central development. She calls between Western model or mal development. ശിവ വ്യൂ കണ്ടത് കാഴ്ചപ്പാടില് ഒരു പ്രോബ്ലം പ്രശ്നങ്ങളെ റൈസസ് ചെയ്യുന്നത് മോഡേൺ കൺസ്യൂമറിസം, മോഡേൺ രീതിയിലുള്ള കൺസ്യൂമറിസം. മോഡേൺ എന്ന് വെച്ചാൽ ആധുനിക രീതിയിലുള്ള ഒരു സാധനങ്ങളുടെ വിൽപ്പന, അല്ലാതാദികള് മേടിക്കുന്ന രീതികള്, അതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ട്രക്ചർ, പവർ സ്ട്രക്ചർ. അവരുടെ ക്യാപിറ്റലിസ്റ്റ് എന്താ, മുതലാളിത്ത പവർ സ്ട്രക്ചർ, അധികാര പവർ, സെൻട്രൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതിന്റെ വെസ്റ്റേൺ മോഡൽ എന്താണ് മാൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മാൾ ഡെവലപ്മെന്റ് ബിക്കംസ് എ ന്യൂ സോഴ്സ് ഓഫ് മെയിൽ ഫീമെയിൽ ഇൻഇക്വാളിറ്റി. മാൾ ഡെവലപ്മെന്റ് ബിക്കം ചെയ്യുന്നതിന് പുതിയ രീതിയിലുള്ള വിഭവങ്ങളാണ്. അതൊരു എന്താണ് ഫീമെയിൽ മെയിൽ ഇൻഇക്വാളിറ്റി, ഇക്വാളിറ്റി അല്ല ഇൻഇക്വാളിറ്റി ആണ് വരുന്നത്. Modernization has been associated with the introduction of new forms of dominance. Modernization associate ചെയ്യുന്നത് introduction ചെയ്യുന്നത് പുതിയ ഫോംസ് ഓഫ്, പുതിയൊരു ഡോമിനൻസിനെ, പുതിയ പുതിയ കൾച്ചേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇന്നുള്ള കാലഘട്ടമല്ലാതെ പഴയ കാലഘട്ടം, അതിന് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് ഇപ്പൊ എന്ന് പറയുന്നു. മാൾ ഡെവലപ്മെന്റ് മിലിറ്റേറ്റ്സ് അഗെയിൻസ്റ്റ് ഇക്വാളിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, സൂപ്പർ ഇമ്പോസസ് ആൻഡ് ഐഡിയോളജിക്കൽ constructed category, Western technological man and a uniform measure of the worth of classes, cultures and genders. അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കൽ ഐഡിയോളജിക്കലേക്ക് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന രീതിയല്ല ഇപ്പൊ എല്ലാം മേടിച്ചു കഴിക്കുന്ന രീതിയാണ്. ഇപ്പൊ മരങ്ങൾ വൃക്ഷങ്ങൾ എന്ത് ചെയ്യാ ഇല്ല. ഇപ്പൊ എന്താണ് കുറച്ച് സ്ഥലങ്ങളിലാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വികസന രീതികളെയാണ് എന്താണ് മാൾ ഡെവലപ്മെന്റ്. ശിവ states that mal development represents factors like capitalism. ശിവയുടെ സ്റ്റേറ്റ്സില്, ശിവ സംസ്ഥാനത്ത് that mal development represents the factors important capitalism, മുതലാളിത്ത രീതി, patriarchy and exploitation shape living environment, the world in problematic diversity. ഇപ്പൊ വളരെ രീതിയിൽ പ്രോബ്ലമാറ്റിക് ഡൈവേഴ്സിറ്റി ചെയ്യുന്ന ഒരു പാതയാണ് എന്ത് മാൽ ഡെവലപ്മെന്റ്. അപ്പൊ ദേശസ്നേഹം, ദേശീയ സ്നേഹം എന്നൊക്കെ പറയുന്നതാണ് ഒരു പ്രഹസനം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ചുറ്റുപാടുകൾക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നതാണ് ഇപ്പോഴത്തെ ഹ്യൂമൻസ്. അതായത് പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള നേച്ചർ ഒന്നും ഇല്ല. അങ്ങനെ ഒരു വികസനമാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ. The nature of resource and the evaluation of women's work. In Western society, relationship between men and nature is built in dualism and allowed the subjugation of nature by patriarchy and development. The gave rise to new world view according to which nature, insert and passive, uniform and mechanistic, separable and fragmentary within itself, separate from man and inferior, to be dominated and exploited by man. അപ്പൊ എന്താണ് പുതിയ രീതിയിലെ ന്യൂ വേൾഡ് വ്യൂ, ന്യൂ ലോകത്തിനെ ചിത്രീകരിക്കുമ്പോൾ കാഴ്ചപ്പാടിൽ വെച്ചാൽ ഇങ്ങനെയുള്ള നേച്ചർ ആയിരിക്കും. ഇൻസേർട്ട് ആർ പാസീവ്, പാസീവ് നേച്ചർ ആയിരിക്കും. ചിലപ്പോ ഇപ്പൊ കിടക്കുന്ന കാര്യമായിരിക്കും, പിന്നീട് അത് ഉണ്ടാവില്ല. യൂണിഫോം ആൻഡ് മെക്കാനിസം, ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, ചിലപ്പോൾ മെക്കാനിക്കലി ആയിരിക്കും, അതുപോലെ സെപ്പറബിൾ ആയിരിക്കും, ഫ്രാഗ്മെന്റഡ് ആണ് വിത്തിൻ ഇറ്റ്സെൽഫ്. ആ ഒരു സമയത്താണ് സെപ്പറേറ്റ് ഫ്രം മാൻ ആൻഡ് ഇൻഫീരിയർ. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ തീർന്നു പോകുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇൻഫീരിയർ ആണ് മനുഷ്യൻ, സെപ്പറേറ്റ് ആണ് ഫ്രം മാൻ. ആൾക്കും എന്നല്ല ടു ബി ഡോമിനേറ്റഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ബൈ മെൻ. പലതും ചെയ്യാം, മനുഷ്യരെ ഉപദ്രവിക്കാം. ആ ഒരു രീതിയിലുള്ള nature of the evaluation of women's work, ജോലികളിൽ നിന്നൊരു ഇത് അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഓക്കെ, there is this perspective leads to the devaluation and re-recognition of nature and women, which has led to parallel exploitation of both. ഒരു പാരലൽ ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് അതിൽ പറയുന്നത്. ശിവ argues that the work done by women
ശിവ ആർഗ്യൂ ചെയ്തു തർക്കിച്ചു എന്താണ് വർക്ക് വുമൻസിന്റെ വർക്ക് ഡൺ ബൈ വുമൺ ആൻഡ് വെൽത്ത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫെമിനിൻ പ്രിൻസിപ്പിൾസ് ആർ സിഗ്നിഫിക്കന്റ് ബിക്കോസ് ഇതിന്റെ സമ്പത്ത് വെൽത്ത് അക്കോർഡ് ചെയ്തത് ഒരു ഫെമിനിൻ പ്രിൻസിപ്പിൾ സ്ത്രീകളുടെ ഫെമിനിൻ പ്രിൻസിപ്പിൾ തത്വങ്ങളാണ് സിഗ്നിഫിക്കന്റ് ബിക്കോസ് കാരണം ദേ ആർ റൂട്ടഡ് ഇൻ സ്റ്റെബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂട്ട് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി ഒരു നിലനിൽപ്പ് സ്റ്റെബിലിറ്റി ആണ് സസ്റ്റൈനബിലിറ്റി ആണ് സസ്റ്റൈനബിലിറ്റി നമ്മൾ ഉള്ളതിനെ അതനുസരിച്ചിട്ട് ഉള്ള വികസനം ഭാവിയിലേക്കുള്ള തലമുറകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള റിസോഴ്സസിനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഉപയോഗപ്പെടുത്തലിനെയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഭാവി കാലത്തിനെയും കൂടി കൂട്ടി കണക്ട് ചെയ്തിട്ടുള്ളത് there is a tendency to look nature resource to be exploited whereas we are creating a relationship between development and environment and the idea of the mastering of nature by the patriarchal masculine we are creating നമ്മൾ ക്രിയേറ്റിംഗ് ചെയ്ത ഒരു ബന്ധങ്ങൾ we are creating a relationship between ഒരു ഡെവലപ്മെന്റ് വികസനവും അല്ലെങ്കിൽ പ്രകൃതിയും തമ്മിലുള്ള ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഐഡിയ ചെയ്ത് മാസ്റ്ററിംഗ് ദ നേച്ചറിനെ നമ്മുടെ പ്രകൃതിയെ അതിന്റെ മാസ്റ്റർ ചെയ്ത് ബൈ ദ പാട്രിയാർക്കൽ ഓർ മാസ്കുലിൻ ദേശസ്നേഹവും അല്ലെങ്കിൽ ജെൻഡേഴ്സ് ഇക്വാളിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇക്വാലിറ്റി കൊണ്ടുവരുന്ന അങ്ങനെ പ്രകൃതിയെ എല്ലാവരും സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഇവാലുവേറ്റ് ചെയ്യാതെ അവരെ ഇവാലുവേഷൻ ചെയ്യാതെ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്ന ഒരു നേച്ചറാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് എക്കോ ഫെമിനിസം സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട് marginalized communities such as women, third world, peasantry, tribes, etc. are all a victim of maldevelopment. But they are repository agents of traditional knowledge. They are capable of action. ഇപ്പോൾ marginalized communities എന്ന് വെച്ചാൽ marginalized communities എക്കോ ഫെമിനിസവുമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ബന്ധങ്ങളുള്ള വുമൻസ് ഉണ്ട് തേർഡ് വേൾഡ് മൂന്നാം ലോകം സമയത്ത് പെസന്ററി ദേശാടനം പോലുള്ളത് ട്രൈബ്സ് ആദിവാസികള് വിക്ടിം അവരൊക്കെ തെളിവുകളാണ് എന്താണ് മാൾ ഡെവലപ്മെന്റ് അവർക്ക് അതേപോലെ ഡെവലപ്മെന്റ് ഒന്നും അവർക്ക് കിട്ടില്ല ദേ ആർ റെപ്പോസിറ്ററി ഏജന്റ്സ് ഓഫ് ട്രഡീഷണൽ നോളജ് അവരെന്താണ് ട്രഡീഷണൽ നോളജില് റെപ്പോസിറ്ററി ഏജന്റ് ആണ് ദേ ആർ കേപ്പബിൾ ഓഫ് ആക്ഷൻ ക്വസ്റ്റ്യനിങ് എക്സ്പ്ലോറേഷൻ ക്യാൻ പോസ്റ്റ് ചലഞ്ച് ദ ഇൻഇക്വാളിറ്റീസ് ക്രിയേറ്റഡ് മാൾ ഡെവലപ്മെന്റ് അപ്പൊ അവിടെ അവരെന്താണ് ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇൻഇക്വാളിറ്റീസ് ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ മറിയാം മീൽസിന്റെ ഒരു ഇത് എക്കോ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള മറിയയുടെ ഒരു തോട്ട് ഉണ്ട് അക്കോർഡിംഗ് ടു എക്കോ ഫെമിനിസ്റ്റ് മറിയ മൈൻസ് ഹു ആൾസോ വർക്ക് ക്ലോസ്ലി വിത്ത് വന്ദന ശിവ അതൊരു ക്ലോസ്ലി വന്ദന ശിവയായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് റോൾ ഓഫ് വുമൺ ദ ക്രിയേറ്റിംഗ് ദ കൺസേർവിംഗ് വാസ് ബീൻ കോൾഡ് പാർട്ണർഷിപ്പ് ആൻഡ് കോപ്പറേഷൻ വിത്ത് നേച്ചർ ഇത് ഈ വുമൺസ് റോൾ ചെയ്യുന്നത് ഇതിന്റെ റോൾ എന്ന് വെച്ചാൽ കൺസേർവ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പാർട്ണർഷിപ്പ് കോപ്പറേഷൻ നേച്ചർ പ്രകൃതിയുമായിട്ടുള്ള സഹകരണവും ബന്ധവുമാണ് പാർട്ണർഷിപ്പാണ് റിലേഷൻഷിപ്പാണ് She argues that women use the environment sustainably rather than for capital accumulation or for profit. അവര് തർക്കിച്ചു that women use the environment അതായത് ആ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സസ്റ്റൈനബിളി പ്രകൃതിയെ സസ്റ്റൈനബിളി ഉന്മൂലനം ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവരുന്ന ഓ രീതി അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത് നമ്മള് എന്താ പറയാ നമ്മൾ ആ നേച്ചറിന്റെ ജോലി വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനോടും അല്ലെങ്കിൽ ബന്ധത്തിനോടും കൊണ്ടുപോയി പോവാ അതെല്ലാം നമ്മൾ സ്റ്റേയിങ് അല്ലേ നമുക്ക് ഇന്ന് ജീവിക്കാനുള്ള മാത്രമല്ല ഇനിയുള്ള ജീവിത രീതികൾക്കും നമ്മുടെ ഭാവി തലമുറകൾക്കും ബാക്കി വെച്ചിട്ടുള്ള ഒരു നേച്ചർ ഗ്രോത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇന്ന് ജീവിക്കാൻ ടുഡേയ്സ് അങ്ങനെ ഒരു നമ്മുടെ ജീവിതം കഴിഞ്ഞാൽ ബാക്കി ഭൂമിയിലൊന്നും ഇല്ലാതെ ആവുന്നത് ഉന്മൂലനം ചെയ്ത് ഭൂമിയെ നശിപ്പിക്കാതെ ഭൂമി അമ്മയും പ്രകൃതിയൊക്കെ ആയിട്ടുള്ള സ്നേഹ ബന്ധത്തോടു കൂടി കൊണ്ടുപോകാനാണ് ആ പറയുന്നത് വാട്ട് ഈസ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം എന്നൊക്കെ പറഞ്ഞ അതാണ് പിന്നെ അഗർവാൾ പറയുന്നത് എക്കണോമിസ്റ്റ് ഞാൻ ഇതെല്ലാം തിയറി എന്തോരം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ് സിഗ്നിഫിക്കന്റ് തിയററ്റിക്കൽ ഡെവലപ്മെന്റ് 1978 ഒരു തിയററ്റിക്കൽ ഡെവലപ്മെന്റ് വികസനം ഉണ്ടായിട്ടുണ്ട് അതെന്താണ് ബട്ട് മെനി റിമൈൻഡ് പല രീതിയിൽ ധാരാളം റിമൈൻഡ് ചെയ്യുന്ന അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ലിമിറ്റ് ഒരു പ്രത്യേക ലിമിറ്റിനുള്ളിൽ എക്കോ ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് അങ്ങനെ ഒരു എക്കോ ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് 1970-80 കാലഘട്ടത്തിൽ കൺസേൺ ചെയ്തു ഫെയിലിയർ ടു ഫെമിനിൻ ഡെവലപ്ഡ് കൺട്രീസ് അത് കൺസേൺ ചെയ്തിട്ടുള്ളതാണ് ഡെവലപ്ഡ് കൺട്രീസിൽ അത് ഫെയിലിയർ ആയി പോയി കുറെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ലീഡിങ് ഡിഗ്രഡേഷൻ ഓഫ് ദ എൻവയോൺമെന്റിനെ ഡിഗ്രഡേഷൻ ചെയ്തു അതായത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ ബീന അഗർവാൾ എക്കണോമിക്സ് പ്രസന്റഡ് ഇമ്പോർട്ടന്റ് ക്രിട്ടിക് ദ ഫോം ഓഫ് ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം അപ്പൊ ബീന അഗർവാൾ എക്കണോമിസ്റ്റ് പ്രസന്റ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് ക്രിട്ടിക് ആയിട്ടുള്ള ഒരു ഫോം ചെയ്തു ഫെമിനിസ്റ്റ് എൻവയോൺമെന്റലിസം many eco-feminists were concerned with what they say a heterosexual bias to the movement. So for us, eco-feminism appeared to privilege the experience of heterosexual women.
ദിസ് വാസ് ഓഫ് ബിന. അപ്പൊ അതിലെന്താണ് ഹെട്രോസെക്ഷൻ മെനി എക്കോ ഫെമിനിസ്റ്റ് ധാരാളം എക്കോ ഫെമിനിസ്റ്റ് കൺസേൺ ചെയ്തു ഹെട്രോസെക്ഷൽ പ്രഗതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഇത് മൂവ്മെന്റുകൾ. സോ ഫാർ ആസ് എക്കോ ഫെമിനിസം അപ്പിയർ ചെയ്തിരിക്കുന്ന പ്രിവിലേജ് കൂടുതലും അതിനെ പോളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഹെട്രോസെക്ഷൽ വുമൺ ദേശസ്നേഹത്തിൽ അല്ലെങ്കിൽ ഹെട്രോ ഇതായിട്ടുള്ള ഇത് ഓവർ ടൈം arguments emerged that emphasize the need of incorporate tenants and other communities into ecofeminism. Ecofeminism committed fighting against system operational domination. The movement must also acknowledge the ways in which sexuality and responsibility, sexuality also figure an oppressive mechanism. As Greta Gard, അത് ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ആ ഒരു ടീച്ചറിൽ അപ്പൊ എക്കോ ഫെമിനിസ്റ്റ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്കണോമിക് ഡിപ്പെൻഡൻസി, സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക ആ ഒരു കാര്യത്തിലെ ആണ് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നേച്ചറിനെ സ്നേഹിച്ചു പോകുന്നത് സെക്ഷുവാലിറ്റി, അതിനുള്ള കൺസ്യൂമർ ഫുഡുകളെ സ്നേഹിച്ചു പോകുന്നത് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് വർക്ക് ഓഫ് ബിന അഗർവാൾ. ബിന അഗർവാളെ റിലേറ്റഡ് ചെയ്ത ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? വയലൻസ് ആക്ട് against women and against nature is like ideologically, symbolically and materially. Experiment the destruction of nature means destructions of human services and staying labor. പ്രകൃതിയെ ഡിസ്ട്രക്ട് ചെയ്യാതെ വുമൻസിന്റെ പല വിഭവങ്ങളെയും ഡിസ്ട്രക്ട് ചെയ്യാതെ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ വെസ്റ്റേൺ വേൾഡ് ഡെവലപ്മെന്റ് മോഡൽ ആൻഡ് മോഡേൺ സയൻസ് വിത്ത് പാട്രിയോട്ടിക്കൽ പ്രോജക്ട്സ് ഇഗ്നോർ ദ ട്രഡീഷണൽ നോളജ് ഓഫ് പല ട്രഡീഷണൽ നോളജ് ഇഗ്നോർ ചെയ്തിട്ട് മൂന്നാം ലോക പർട്ടിക്കുലർ ചെയ്യുന്ന അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിൽ വെച്ചുകൊടുക്കാണ് ട്രഡീഷണൽ നോളജുകളും അതിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക എന്നുള്ളതാണ്. That an answer highlights the continuity between a women's movement and the environmental movement for the need for equalitarian society. ഇതിന്റെ ആൻസർ കണ്ടിന്യൂറ്റി, ഒരു കണ്ടിന്യൂഷൻ പറയുന്നതിന് ചെയ്യുന്നത് വുമൻസ് മൂവ്മെന്റ്, സ്ത്രീകളുടെ മൂവ്മെന്റും അല്ലെങ്കിൽ എൻവയോൺമെന്റ് മൂവ്മെന്റും തമ്മിൽ ആവശ്യമാണ്. അതായത് സൊസൈറ്റിയിൽ ഇക്വാലിറ്റേറിയൻ പറഞ്ഞെങ്കിൽ ഈക്വൽ ആയിട്ട് പോകുന്നെങ്കിൽ രണ്ടും രീതിയിൽ ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകണം. വുമൻസ് മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ, വുമൻസിന്റെ മൂവ്മെന്റ് ചെയ്യാത്ത രീതിയിൽ, എൻവയോൺമെന്റ് മൂവ്മെന്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ സൊസൈറ്റിനെ വാർത്തെടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ക്രിട്ടിക് ഓഫ് എക്കോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് പോകും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരുന്നതായിരിക്കും. അപ്പോ നമ്മുടെ 6 മണിയാകുമ്പോൾ നമുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ മൈൻഡപ്പ് ചെയ്യാണ്. ഒരു ക്രിട്ടിക് ഓഫ് എക്കോ ഫെമിനിസം തൊട്ട് ഈ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം പറഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കൂടി എടുത്ത് 10ാമത്തെ കുറച്ച് ബാലൻസ് കൂടി പറഞ്ഞു തരാറുണ്ട്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ഓൾസോ വൈൻഡ് അപ്പ് 1/4 BCOE and then wide up the class. Okay, thank you so much. I will continue the next class.